ഹായ് മക്കളെ, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് റിയാക്ഷൻ സീരീസ് ആണ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഓർഗാനിക് റിയാക്ഷൻസും മാക്സിമം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഓർഗാനിക് റിയാക്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ചെയ്യാം. നിങ്ങൾ നോക്കുക, ആദ്യം ഞാൻ CH3COH സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് എടുത്തു, NOH ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് A എന്നുള്ളൊരു കോമ്പൗണ്ട് കിട്ടി. സോഡ ലൈം ആഡ് ചെയ്തു, B എന്നുള്ള കോമ്പൗണ്ട് കിട്ടി. പിന്നെ ക്ലോറിൻ ലൈറ്റ് ആഡ് ചെയ്തു, C എന്നുള്ള കോമ്പൗണ്ട് കിട്ടി. അങ്ങനെ CD ആയി, DE ആയി, F ആയി, G ആയി. അവസാനം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ T എന്നുള്ള കോമ്പൗണ്ട് ഏതാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? T എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞത് തന്നെയാണെങ്കിൽ കിട്ടുന്നത് എന്ത് ചെയ്യുക? ലാസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സൊല്യൂഷൻ പറയാൻ പോവാണ്. ഞാൻ എന്തെടുത്തു? ആദ്യം CH3COH എടുത്തു. അങ്ങോട്ട് NOHനെ ആഡ് ചെയ്തപ്പം CH3COHിലുള്ള H+ പോയിട്ട് NOHിലുള്ള ആര് വന്നു? Na+ വന്നു. അങ്ങനെ CH3CONa കിട്ടി. പിന്നെ സോഡ ലൈമിനെ ആഡ് ചെയ്തു. എന്ത് റിയാക്ഷനാണ്? സോഡ ലൈം ഡീകാർബോക്സിലേഷൻ നടന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, RCONa RH ആയിട്ട് മാറും. അതായത് CH3CONa CH3H ആയിട്ട് മാറും. അതായത് CH4 കിട്ടി. അടുത്ത റിയാക്ഷൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം. ഒരു sp3 കാർബണും അയാളുടെ അടുത്ത് ഹൈഡ്രജനും പിന്നെ ഹാലജൻ ഗ്രൂപ്പും ലൈറ്റും കണ്ടാൽ ഒറ്റ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് CH4ലുള്ള H റാഡിക്കൽ പോയിട്ട് ആര് വരും? ക്ലോറിൻ റാഡിക്കൽ വരും. അടുത്ത റിയാക്ഷൻ നിങ്ങൾ പഠിച്ചതാണ്, RXലോട്ട് സോഡിയം ആഡ് ചെയ്താൽ RR കിട്ടുന്ന റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ. ഇപ്പോൾ CH3Cl എന്തായിട്ട് മാറും? CH3 ആയിട്ട് മാറും. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷനാണ്. അതായത് sp3 കാർബണും ഉണ്ട്, എച്ചും ഉണ്ട്, ഹാലജൻ ഗ്രൂപ്പും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. H റാഡിക്കൽ പോയിട്ട് ആര് വന്നു? ബ്രോമിൻ റാഡിക്കൽ വന്നു. അടുത്ത റിയാക്ഷൻ എന്താ? ഒരു ഹാലോ ആൽക്കെയിൻസിൻ്റെ അടുത്തോട്ട് ആൽക്കഹോളിക് OH ആഡ് ചെയ്താൽ എലിമിനേഷൻ റിയാക്ഷൻ പഠിച്ചതാണ്. അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറയാം. ആൽഫ കാർബൺ ബ്രോമിൻ പോയി, ബീറ്റ കാർബൺ H പോയി, ആൽഫയും ബീറ്റും തമ്മിൽ ഡബിൾ ബോണ്ട് കൊടുത്താൽ എന്ത് കിട്ടും? ആൽക്കീൻ കിട്ടും. അടുത്ത റിയാക്ഷൻ എന്താ? ആൽക്കീൻ്റെ അടുത്തോട്ട് Br2 ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് CCl4. ഏത് ടൈപ്പ് റിയാക്ഷനാ? ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇന്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ അല്ല എന്നും സൈക്ലോ ഹാലോണിയം അയോൺ ഇന്റർമീഡിയറ്റ് കിട്ടും ഞങ്ങൾ പഠിച്ചേ. അങ്ങനെ ആൽക്കീൻ്റെ അടുത്തോട്ട് Br2 ആഡ് ചെയ്താൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി, 2 കാർബണിൻ്റെ അടുത്തോട്ടും ഓരോരോ ബ്രോമിൻ വന്നു. ഇതൊരു അൺസാച്ചുറേഷൻ ടെസ്റ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ആൽക്കീനും ആൽക്കൈനും റിയാക്ഷൻ തരുള്ളൂ, ആൽക്കെയിൻ ഈ റിയാക്ഷൻ തരൂല എന്നും പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കോമ്പൗണ്ട് ഇത് വിസിനൽ ഡൈബ്രോമൈഡ് ആണ്. ഈ വിസിനൽ ഡൈബ്രോമൈഡിലോട്ട് ആൽക്കോളിക് OH ആഡ് ചെയ്തു, പിന്നെ NaNH2 ആഡ് ചെയ്തു. 2 പ്രാവശ്യം എലിമിനേഷൻ നടക്കും. ആദ്യം ആൽഫയിൽ നിന്ന് Br പോയി, ബീറ്റിൽ നിന്ന് H പോയി, ഡബിൾ ബോണ്ട് കൊടുത്തു. ഈ ആൽഫയിൽ നിന്ന് Br പോയി, ഈ ബീറ്റിൽ നിന്ന് H പോയി, വീണ്ടും ഒരു ബോണ്ട് കൊടുത്തു. ആര് കിട്ടി? ആൽക്കൈൻ കിട്ടി. ഈ ആൽക്കൈൻ്റെ അടുത്തോട്ട് റെഡ് ഹോട്ട് അയൺ ആഡ് ചെയ്താൽ നിങ്ങൾ പഠിച്ചതാണ്, സൈക്ലിക് പോളിമറൈസേഷൻ. ആൽക്കൈൻസിൽ നിന്നും എന്ത് കിട്ടുന്ന റിയാക്ഷനാ? ബെൻസീൻ കിട്ടുന്ന റിയാക്ഷനാ. ഈ ബെൻസീൻ്റെ അടുത്തോട്ട് നമ്മൾ ആഡ് ചെയ്തു? ക്ലോറിൻ ആഡ് ചെയ്തു. ബെൻസീൻ തരുന്ന റിയാക്ഷൻ ഏതാ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പഠിച്ചതാണ്. AlCl3 എന്നുള്ള ലൂയിസ് ആസിഡ് ലോൺ പെയർ ഉള്ള Cl2ലുള്ള Cl- എടുത്തുകൊണ്ട് പോകും. Cl2 നിന്ന് Cl- പോയ ബാക്കി Cl+ ആണ്. അയാൾ ഇലക്ട്രോഫൈൽ ആണ്. അയാൾ ഇലക്ട്രോൺ അന്വേഷിച്ച് നടക്കും. ബെൻസീൻ റിങ്ങിനെ കാണും. ബെൻസീൻ റിങ്ങിലുള്ള H+ പകരം ആര് വരും? Cl+ വരും. ക്ലോറോ ബെൻസീൻ കിട്ടും. ഈ ക്ലോറോ ബെൻസീൻ്റെ അടുത്തോട്ട് ഞാൻ ആര് ആഡ് ചെയ്തു? NOH ആഡ് ചെയ്തു. ക്ലോറോ ബെൻസീൻ ആക്ച്വലി ഹാലോ അരീനാണ്. ഹാലോ അരീൻ പൊതുവെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാറില്ല. പക്ഷേ ഹൈ ടെമ്പറേച്ചറും അതേപോലെ ഹൈ പ്രഷറും അതേപോലെ ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നടക്കാം. അതങ്ങനെ Cl- പോയിട്ട് ആര് വന്നു? OH- വന്നു. റിയാക്ഷൻ്റെ പേര് ഡൗസ് പ്രോസസ്. ക്ലോറോ ബെൻസീൻ എന്തായിട്ട് മാറി? ഫിനോൾ ആയിട്ട് മാറി. അടുത്തത് NOHും CHCl3. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം എന്ത് റിയാക്ഷനാണ്? റെയ്മർ-ടൈമൻ റിയാക്ഷനാണ്. റെയ്മർ-ടൈമൻ റിയാക്ഷൻ നടന്ന് നമുക്ക് എന്താ കിട്ടുക? സാലിസിൽ ആൽഡിഹൈഡ് കിട്ടും. അത് ഞാൻ പറയാം. അതിന് മുന്നേ വേറെ റിയാക്ഷനും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും H+. ഫിനോളിൻ്റെ അടുത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് H+ ആഡ് ചെയ്താൽ റിയാക്ഷൻ്റെ പേര് കോൽബ് റിയാക്ഷൻ ആണെന്നും, കോൽബ് റിയാക്ഷൻ നടന്ന് എന്താ കിട്ടുക? സാലിസിലിക് ആസിഡ് കിട്ടുമെന്നും, അതിൻ്റെ മറ്റൊരു പേരാണ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് കിട്ടുമെന്നും. ഇവിടെ പഠിക്കുന്ന മെയിൻ പോയിന്റ് എന്താ? ഇവിടുത്തെ ഇലക്ട്രോഫൈൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സാലിസിലിക് ആസിഡ് കിട്ടി. ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കേ. എൻ്റെ അടുത്തൊരു ആൽക്കഹോളും ഉണ്ട്, ആസിഡ് ഹാലൈഡ്. ആൽക്കഹോളിൻ്റെ അടുത്തോട്ട് ആസിഡ് ഹാലൈഡോ ആസിഡ് അൻഹൈഡ്രൈഡോ അല്ലെങ്കിൽ ആസിഡോ ആഡ് ചെയ്താൽ എസ്റ്റർ കിട്ടുമെന്ന് പഠിച്ചതാ. അപ്പോൾ ഈ ആൽക്കഹോളും ഈ ആസിഡ് അൻഹൈഡ്രൈഡും റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു എസ്റ്ററിനെ കിട്ടി. ഇയാളുടെ പേരെന്താ? അസറ്റൈൽ സാലിസിലിക് ആസിഡ്, അല്ലെങ്കിൽ നമുക്ക് ആസ്പിരിൻ എന്ന് വിളിക്കാം. ഒരു ഡ്രഗ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കാം, ഈ റിയാക്ഷനിലോട്ട് നോക്കാം.
ഈ റിയാക്ഷൻ്റെ പേരെന്താ? റെയ്മർ-ടൈമൻ റിയാക്ഷൻ. ഫിനോളിന് റെയ്മർ-ടൈമൻ റിയാക്ഷൻ നടന്നാൽ എന്താ കിട്ടുക? സാലിസിലാൽഡിഹൈഡ് കിട്ടുമെന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അടുത്ത റിയാക്ഷൻ ഓർമ്മ ഉണ്ടോ? NH2 ആഡ് ചെയ്യുന്ന റിയാക്ഷൻ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? അതായത് കാർബണൽ കോമ്പൗണ്ടിലുള്ള ആ ഓൻ ഒഴിവാക്കിയിട്ട് 2 പ്രാവശ്യം എച്ചിന് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? CH3 കിട്ടും. ഈ റിയാക്ഷൻ ഓർമ്മ ഉണ്ടോ? ഫിനോളിൽ നിന്നും ബെൻസീൻ ഉണ്ടാക്കിയെടുക്കുന്ന റിയാക്ഷനാണ്. ഫിനോളിൻ്റെ ആ OH ഒഴിവാക്കിയിട്ട് അയാൾ എന്തായിട്ട് മാറും? ബെൻസീനായിട്ട് മാറും. പിന്നെ ഇവിടെ ആൾറെഡി ഒരു CH3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കോമ്പൗണ്ടാണ് കിട്ടുക? ടൊളുവിനാണ് കിട്ടുക. ഈ റിയാക്ഷനും ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലേ? KMnO4 ആഡ് ചെയ്യുമ്പം സൈഡ് ചെയിൻ ഓക്സിഡേഷൻ. ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ ഒരു കാർബണും ആ കാർബണിൻ്റെ കൂടെ മിനിമം ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എത്ര കാർബൺ ഉണ്ടെങ്കിലും അവസാനം നമുക്ക് എന്താ കിട്ടുക? ബെൻസോയിക് ആസിഡാണ് കിട്ടുക. ഇതോ പഠിച്ചതാണല്ലോ. COHന്റെ റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. RCOH RCH2OH ആയിട്ട് മാറുന്ന പഠിച്ചേ. അപ്പോൾ RCOH RCH2OH ആയിട്ട് മാറി. അടുത്ത റിയാക്ഷൻ HCl ആഡ് ചെയ്യുന്നു. ആര് പോകുന്നു? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. OH- പോകുന്നു. ആര് വരുന്നു? Cl- വരുന്നു. അടുത്ത ഓർമ്മ ഉണ്ടോ? AlCl3. AlCl3 എന്താ ചെയ്യുക? ലൂയിസ് ആസിഡാണ്. ലൂയിസ് ആസിഡ് എന്താ ചെയ്യുക? ലോൺ പെയറിന് എടുത്തുകൊണ്ട് പോകും. ക്ലോറിൻ്റെ അടുത്ത് ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയറുള്ള Cl- എടുത്തുകൊണ്ട് പോകും. Cl- പോയാൽ ഇവിടെ എന്ത് ചാർജ് ഫോം ചെയ്യും? പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. ഇതാണ് നമ്മളെ ബെൻസൈലിക് കാർബോകാറ്റയോൺ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഇതൊരു ഇലക്ട്രോഫൈൽ. പോസിറ്റീവ് ചാർജുള്ള നമ്മൾ ഇലക്ട്രോഫൈൽ. ഇലക്ട്രോൺ ഇഷ്ടമുള്ള ആളാണെന്ന് വിളിക്കാം. ഇവിടെ ആരുണ്ട്? ബെൻസീൻ റിംഗ് ഉണ്ട്. ബെൻസീൻ റിങ്ങിൻ്റെ അടുത്ത് കുറേ ഇലക്ട്രോണും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ കുറേ ഉള്ള ആളുടെ അടുത്തോട്ട് ഇലക്ട്രോൺ ഇഷ്ടമുള്ള ആര് വരും? ഇലക്ട്രോഫൈലുകൾ വരും. അതായത് ഇയാൾ പോയിട്ട് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ഇതാണ് കിട്ടുക. ഇയാളുടെ പേരെന്താ? ഡൈഫിനൈൽ മീത്തേൻ. എല്ലാവർക്കും ഡൈഫിനൈൽ മീത്തേൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് അറിയിക്കുക. അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള അതായത് നിങ്ങളിപ്പം ഓർഗാനിക് കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ എല്ലാ ചാപ്റ്റേഴ്സിലും വരുന്ന മേജർ റിയാക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.